അപ്പോൾ നമുക്കപ്പോൾ ഒരു കലാകാരനെ കൂടി പരിചയപ്പെടുത്താം. ത്രെഡ് ആർട്ടാണ് അല്ലേ? എന്താ പേര്? രഞ്ജിത്ത്. രഞ്ജിത്ത് ത്രെഡ് ആർട്ട് ചെയ്ത ആളാണ്. ഒരു ത്രെഡ് ആർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഇതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് കരുതും. ടി.പി. സാർ, ഈ ത്രെഡ് ആർട്ട് കണ്ടിട്ടുണ്ടല്ലോ, നൂല് കൊണ്ട് മാത്രം ചിത്രം അകത്ത് വരയ്ക്കൂല, നൂലും ആണിയും കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണ്. നല്ല പണിയാണ് കേട്ടോ. നമ്മൾ അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലേ പറ്റും. എത്ര സമയം എടുക്കും ഈ ത്രെഡ് ആർട്ട് ചെയ്യാൻ? ഇതിപ്പോ കാണിക്കാം നമുക്ക്. ഇത് താങ്ക് യു. ഇതാണ് ത്രെഡ് ആർട്ട്. മനസ്സിലായിട്ട് ഇവിടെ അവിടെ നോക്കി കഴിഞ്ഞാൽ എന്റെ മുഖമാ. ഇതിനകത്ത് ഉള്ളിൽ ചിത്രമില്ല, പകരം നൂല് മാത്രമേ ഉള്ളൂ അല്ലേ? എത്ര ആണിയുണ്ട് ഇത്? 210 ആണ്. 210 ആണി. എത്ര നൂലാണ് ഇതിന്? 2100. 2100 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ 100 മീറ്റർ നീളമുള്ള നൂല്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 കിലോമീറ്റർ 100 മീറ്റർ നീളം വരുന്ന നൂല് ഉപയോഗിച്ച് ഇല്ല, ഇത് മാറ്റിക്കഴിഞ്ഞാൽ പ്ലെയിൻ ആണിത്. ഇത് മാറ്റി, അതായത് ഈ നൂല് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും അല്ലെ? എത്ര സമയം എടുത്ത് ഇത് ചെയ്യാൻ? ഇന്ന് രാത്രി 10 മണിക്ക് ഇരുന്ന് രാവിലെ 4:30 തീർന്നു. രാത്രി 10 മണിക്ക് ഇരുന്നിട്ട് രാവിലെ 4 മണിക്കാണ് തീർന്നത്. എത്ര കാലമായി ചെയ്യുന്നുണ്ട്? 1.5 വർഷമായി. ഓക്കെ, താങ്ക് യു. സൂപ്പർ. ഈ നൂല് അഴിച്ചു കളഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാനില്ല. സൂപ്പർ, എക്സലന്റ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ മുട്ടേന്റെ തിളക്കം വരെയില്ല. അതാ, അതെ അതെ, സൂപ്പർ. എനിക്ക് ഇടുക്കിയിൽ നിന്ന് ഇതേപോലെ ത്രെഡ് ആർട്ടിന്റെ സമ്മാനം കിട്ടിയിരുന്നു. അപ്പൊ ആ ചേട്ടനും അതുപോലെ നമ്മുടെ രഞ്ജിത്തിനും സ്നേഹം, നന്ദി. പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് ലൈബ്രറി, ചാത്തനാംകുളം അല്ലേ? ഓക്കെ. ഇതെവിടെയാ സ്ഥലം? ഇത് ചന്ദനത്തോപ്പിനടുത്താണ്. ഓക്കെ, താങ്ക് യു. ഗംഭീരാവട്ടെ, ഉഷാറാവട്ടെ. സമ്മതിച്ചു കൊടുക്കണം അല്ലെ? ഇത്ര സമയം എടുത്തത് ആ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഗംഭീരാണ്. അപ്പൊ ഭവിക ഒരു കവിതയാലോ? ഏതാ ഭവിക ചൊല്ലാൻ പോണ കവിത? അഗ്നിപൂജ. നമസ്കാരം. ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലരിൻ. കവിതകളൊക്കെ ചെല്ലുന്ന കുട്ടികളെ കാണുമ്പോഴേ എന്തൊരു സന്തോഷം, എന്തൊരു എനർജിയാണ്. സൂപ്പർ, എക്സലന്റ്. ഓക്കെ.